നീ. വേണ്ട ഭദ്ര, വേണ്ട. അവൻ ഭയങ്കര പ്രശ്നക്കാരനാ. ഞാനില്ലാത്ത നേരം നോക്കി എന്റെ അപ്പനെ കൊല്ലം നടക്കുന്നോടാ പട്ടി. എന്റെ അപ്പന്റെ ഗുമസ്തനായി വന്ന് കണക്കിൽ കൃത്രിമം കാട്ടി കോടികൾ അടിച്ചു മാറ്റിയിട്ടും പാപ്പു സാറ് മിണ്ടാതെ നിന്നത് പാപ്പു സാറിന്റെ വലിയ മനസ്സ്. ഈ ലോകത്തിൽ എന്റെ അപ്പന്റെ മുമ്പിൽ കയറി നിൽക്കാൻ എന്റെ അപ്പൻ എന്നെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓൺലി വൺ പീസ്. അതിൻ്റെ ഇടയിലെങ്ങാൻ കയറി നിന്ന നിന്റെയൊക്കെ പെണ്ണുങ്ങളെ വെള്ളയൊടിപ്പിച്ച് പള്ളിയിൽ ഞാൻ ഒറ്റയും പെട്ടയും കൊട്ടിക്കും. മനസ്സിലായോടാ? രണ്ടുപേരെ കൊന്നു തള്ളിയിട്ട് കേസില്ലാതെയാക്കാമെങ്കിൽ മൂന്നാമതൊരെണ്ണത്തിനെയും കൂടി കൊന്നു തള്ളാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇനി എന്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത്. പോടാ. ഇതിനി കുറച്ചു നാളെ എന്റെ കയ്യിലിരിക്കട്ടെ. ഒരു പെൺകുട്ടി വന്നോ സാറേ? വന്നു എന്ന് പറഞ്ഞാ എനിക്ക് എന്തെങ്കിലും കിട്ടുവോ? എന്തെങ്കിലും തരാനായിട്ടൊന്നുമില്ല സാറേ. എന്നാ വന്നിട്ടില്ല. ആ കുട്ടീനെ കൊണ്ടുവന്നില്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ എന്നെ കൊല്ലും സാറേ. എനിക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് കള്ള് തരാം. അതിപ്പോ കുടിക്കടോ. ഈ സാധനം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തിലില്ല. താൻ കുടിക്കും. ആ പറയടോ. ആ പോയത് എൻ്റെ പെങ്ങളുടെ മകളാ. അവൾക്ക് ഒരു കാശുകാരനായിട്ട് കല്യാണം ഉറപ്പിച്ചു. അവനൊരു തല്ലുപൊളിയാ സാറേ. അവൾക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല. അവൾക്ക് അവളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, കുടുംബം, അതാണ് അവളുടെ മനസ്സിൽ. അവള് നല്ല കൊച്ചാ സാറേ. എൻ്റെ അളിയനത് നടത്തിയേ തീരൂ. അളിയന് വേണ്ടത് പണമാ സാറേ. ആ കൊച്ചിന് വട്ടാടോ. ഈ ലോകത്തില് പണമല്ലേ ഏറ്റവും വലുത്. കേട്ടിട്ടില്ലേ പണത്തിന്റെ മുകളിൽ പക്ഷിയോ മറ്റോ എന്തോ പറക്കില്ലാന്ന്? അത് പരുന്താ സാറേ. പരുന്തെങ്കിൽ പരുന്ത്, അതൊക്കെ പോട്ടെ. താൻ ആരുടെ കൂടെയാ? കൊച്ചിന്റെ കൂടെയാണോ കൊച്ചിന്റെ അച്ഛന്റെ കൂടെയാണോ? ഞാനാ കൊച്ചിന്റെ കൂടെയാ സാറേ. അതെന്താടോ? സ്നേഹിക്കാൻ അറിയാവുന്ന നല്ലൊരു മനസ്സുണ്ട് എൻ്റെ മോൾക്ക്. അവൾക്ക് പണമല്ല വേണ്ടത് സാറേ. ആ അതോ വന്നല്ലോ. എല്ലാം കേട്ടല്ലോ അല്ലേ? ഈ ലോകത്തില് സ്നേഹത്തിനൊന്നും ഒരു വിലയില്ല വച്ചേ. പണത്തിനാ വില. വല്ല കാശുകാരനെയും കിട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. എനിക്ക് പണം വേണ്ട സാറേ. എന്നെ സ്നേഹിക്കുന്ന ഒരാളെ മതി. എന്നൊന്ന് സഹായിക്കാമോ? ഈ കള്ളുകുടിയനോ? അതൊന്നും ശരിയാവില്ല. വല്ല തല്ല് കൊള്ളാനോ കൊടുക്കാനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ റെഡി. ഈ ഗേൾ സബ്ജക്റ്റ് അത് ശരിയാവില്ല. അമ്മച്ചി അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും.
പ്ലീസ് ഒന്ന് രക്ഷിക്കണം. തലവേദനയാണ്. ഞാനിപ്പോ ഒരു വല്ലാത്ത പ്രശ്നത്തിലാണ്. എനിക്ക് കള്ള് മേടിക്കാൻ കാശില്ല. കള്ള് മേടിച്ചു തരാമോ? എന്നാ ഞാൻ സഹായിക്കാം. തരാം. എന്നാ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? വലിയ വീടാണല്ലോ, വൻ പാർട്ടികളാണെന്ന് തോന്നുന്നു. ആ, കള്ള് കിട്ടിയ നമ്മുടെ കളി തീർന്നു. നമുക്ക് തിരിച്ചു പോവാമല്ലോ. ഇതായിരിക്കുമോ ഇവിടുത്തെ രാജാവ്? അങ്ങനെയാണെങ്കിൽ ഈ വരുന്നതായിരിക്കും ഇവിടുത്തെ രാജ്ഞി. ഇതെന്തോന്നാ, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാ? അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയാണ് ഇവരുടെ ശിങ്കടി. ഈ കൊച്ചൊരു പാവമാണെന്ന് തോന്നണ കണ്ടിട്ട്. Molu, who is this bad boy? Darling, he looks like a crazy boy. Daddy, this is my boyfriend. കൊച്ചേ, നോ ഇംഗ്ലീഷ്. Molu, this fool? ഫൂൾ? ഞാൻ? Oh, sweetie, this bad boy. Very, very bad boy. കള്ള് മാറ്റണമെന്നല്ലേ? പാവക്കുട്ടികളുടെ പോലെ തോന്നുന്നു. You love our daughter? Oh, they are lovers. Crazy boy? Let them stay in our outhouse. മാമാ, കള്ള് കള്ള്. ഇവിടെ പുതുമണവാളൻ വന്നു എന്നറിഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ മോളെ മറ്റൊരാളെ കൊണ്ട് ഞാൻ കെട്ടിക്കില്ല. ബദ്രനെ അറിയാലോ, കത്തിച്ചു കളയും ഞാൻ അച്ഛനെ മോളെ. ഭദ്ര, നീ ഒന്ന് അടങ്ങ്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് പറഞ്ഞേക്ക് പുന്നാര മോളോട്. ഞാനൊരു പണി കണ്ടിട്ടുണ്ട്, ഞാൻ അവനെ ശരിയാക്കിക്കോളാം. എന്താ സാറേ? നീ ആ കള്ളുകുപ്പിയോടെ വെച്ചിട്ട് ഒരു ജീപ്പി കയറാ. അല്ല സാറേ, എന്നെ എന്തിനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നേ? നീ പ്രേമത്തിന്റെ പേര് പറഞ്ഞ് മാഡത്തിന്റെ മാല മോഷ്ടിക്കും അല്ലടാ? മാലയോ? ആരുടെ മാല? അതൊക്കെ നിന്നെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി പറയിപ്പിച്ചോളാം. കേരള ജീപ്പില്. കൊച്ചേ, മാമ, ആരുടെ മാലയാ പോയിരിക്കുന്നേ? ഓ, അപ്പൊ ഇതായിരുന്നു പരിപാടി അല്ലേ? എന്റെ പൊന്നു സാറേ, ഞാൻ ആരുടെയും മാലൊന്നും എടുത്തിട്ടില്ല. ഇവര് കള്ള് തരാമെന്ന് പറഞ്ഞ് കളിയിൽ കൂട്ടിയതാ. സാറേ,
ഇത് പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ. ഇതെന്റെ വീടാണ് സാറേ. സാറെന്താ ഇവിടെ വണ്ടി നിർത്തിയത്? സാർ എന്നോട് ക്ഷമിക്കണം. എനിക്ക് സാറിനെ നന്നായിട്ടറിയാം. ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഇത് പിന്നെ മോനും പപ്പു സാറും ഈ അനാഥാലയത്തിന് വേണ്ടി ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരുകയല്ല കുഞ്ഞെ. അച്ഛൻ എന്നോട് എന്തും ആവശ്യപ്പെടാം. ഈ ലോകത്തില് ആരുമില്ലാത്തവൻ അച്ഛൻ ഞാൻ. ഈ അനാഥാലയത്തിൽ വരുമ്പോഴാ ഈ കള്ളുകുടി എൻ്റെ മനസ്സിലൊരു ആശ്വാസം. മോൻ ഒരിക്കലും കുടിയനാണെന്ന് പറയരുത്. അച്ഛാ, കള്ളുകുടിയനെ പിന്നെ കള്ളുകുടിയൻ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അച്ഛാ. അത് മോനെ, 2 ദിവസം മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾക്കൊരു ആൺകുട്ടിയെ കിട്ടി. അച്ഛനില്ലാത്ത കുട്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം അവൻ്റെ അമ്മയും മരിച്ചു. അവനെ പഠിപ്പിക്കണമെന്നുണ്ട്. മോൻ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതികൾ അറിയാമല്ലോ. അവനെ പഠിപ്പിക്കാൻ ഒരു സ്പോൺസർ വേണം. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മോൻ്റെ മുഖമാണ്. അത്രയേ ഉള്ളൂ അച്ഛാ. ആ ദൗത്യം ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. അപ്പോൾ മോൻ ആ കുഞ്ഞിനെ ഒന്ന് കാണണ്ടേ? അത് വേണ്ടച്ചോ. ഒരു കള്ളുകുടിയനാണ് അവൻ്റെ സ്പോൺസർ എന്ന് അവൻ വലുതാവുമ്പോൾ അറിഞ്ഞാൽ അവനത് നാണക്കേടല്ല അച്ഛോ. മോൻ എപ്പോഴും കുടിയൻ കുടിയൻ എന്ന് പറയരുത്. എന്നാലും അവനത് അറിയണ്ട അച്ഛോ. അപ്പോ അച്ഛൻ വാക്ക് തെറ്റിച്ചു. മാല കിട്ടി. എന്നാ പിന്നെ കള്ള് തരാലോ. കള്ള് വണ്ടിയിലുണ്ട്. എനിക്ക് കൊച്ചിന്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് കാണണം. ചേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ശരി സാറേ. ശരി സാറേ. അച്ഛനും അമ്മയ്ക്കും തെറ്റുപറ്റിയതാ. ചേട്ടൻ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. Appa, Amma, very bad, very bad. I know Kallan. I know Kallan. എൻ്റെ അമ്മച്ചി വിവരം അറിയും. ഇത് ഭയങ്കര പ്രശ്നമാവും. Your appa, amma, very bad, very bad. I know Kallan, no Kallan. വാ ചേട്ടാ, നമുക്ക് പോവാം. എൻ്റെ അമ്മച്ചി വിവരം അറിയും.
അമ്മച്ചി അറിയും. അറിയും. അച്ഛാ പറയൂ. നട്ടല് വേണമെടാ, നട്ടല്. ആ ബോണിയുടെ അടിയും മേടിച്ച് മസിൽ പെരുപ്പിച്ചിരിക്കാനേ നിനക്കൊക്കെ അറിയൂ. ഇന്ന് ഞാൻ നാട്ടിലോട്ട് വരികയാണ്. ഞാൻ ദുബായ് എയർപോർട്ടിൽ എത്താറായി. എന്നെ വേദനിപ്പിച്ചവനാ അവൻ. അവൻ്റെ ജീവനെടുത്താലേ എൻ്റെ പക തീരൂ. ആ, ഇനിയൊക്കെ ഞാൻ വന്നിട്ട് നോക്കിക്കോളാം. നാളെ രാവിലെ ഞാൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തും. ഞാൻ വരുമ്പോൾ ആ ടാങ്കർ ലോറി ഓടിക്കുന്ന ഇടിയൻ മൈക്കിളില്ലേ, അവൻ നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഉണ്ടാകണം. നീ ഇപ്പോൾ തന്നെ ഇടിയൻ മൈക്കിളിനെ വിളിച്ച് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. മനസ്സിലായ? ശരി അച്ഛാ. മൈക്കിളേ. സാറേ. മൈക്കിളേ, ഇത് ബദ്രന, കാക്കാശ്ശേരി ദിനേശന്റെ മകൻ ബദ്രൻ. എന്താ സാറേ? എന്നെ വേദനിപ്പിച്ച ഒരുത്തിന് പണി കൊടുക്കാനുണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ നീ എൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ടാവണം. ശരി സാറേ. ഭദ്ര, ഞാൻ വീട്ടിലെത്തി. ഇടിയൻ മൈക്കിളിനോട് പെട്ടെന്ന് വരാൻ പറ. ഞാൻ നിങ്ങളുടെ വീടിന്റെ മുമ്പിലുണ്ട് സാറേ.